മഹാരാഷ്ട്രയിലെ ഈ ഫോർട്ട് കാണാൻ വേണ്ടിയാണ് സർപ്രൈസ് ഔട്ടിംഗ് എന്ന് പറഞ്ഞ് അമ്മയും മോളെയും രാവിലെ 6 മണിക്ക് തന്നെ കുത്തിയണിപ്പിച്ച് റെഡിയാവാൻ വിട്ടത്. രാവിലത്തെ ഉറക്കം പോയതുകൊണ്ട് പപ്പയോട് അല്പം ദേഷ്യത്തിലാണ് ആരു. ഞങ്ങൾ താമസിക്കുന്ന പൂനെ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കാർ ട്രാവൽ ഉണ്ട് ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന ഫോർട്ടിലേക്ക്. ഒരു സർപ്രൈസ് ആണ്, അവിടെ ചെല്ലുമ്പോൾ അറിയാം നമുക്ക്. ഒരു മാളിൽ പോകുന്ന ലാഘവത്തോടെ അമ്മയും മോള് ഒരുങ്ങി ഇറങ്ങിയേക്കില്ലേ. നാച്ചുറലായി നമ്മൾ ജനിക്കുമ്പോ തന്നെ നമുക്കൊരു ലുക്ക് ഉണ്ടല്ലോ, കാരണന്മാരുടെ ഒരു ഇതുണ്ട്. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് റോഡിൽ അധികം ട്രാഫിക് ഒന്നും കിട്ടിയില്ല. എല്ലാവർക്കും ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ള ഒരു ഹൈവേ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വണ്ടി നിർത്തി ഫുഡ് അടിക്കാൻ ഇറങ്ങി. എന്താ കഴിക്കാൻ പോണെന്ന്? അരുണെന്താ വേണ്ടേ? ദോശ? എന്ത് ദോശയാ? അരമണിക്കൂർ പോസ്റ്റായി ഇരുന്നതിന് ശേഷമാണ് ഫുഡ് വന്നത്. പക്ഷെ ഫുഡ് അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആരുവിനെ അവിടെ കണ്ട ഒരു ആനപ്രതിമയുടെ പുറത്ത് കയറണം. മേളിൽ കയറിയപ്പോൾ ആളാകെ ഹാപ്പിയായി. അതുവരെ ഉണ്ടായിരുന്ന മൂഡ് ഓഫൊക്കെ മാറി. ഹൈവേ വിട്ട് മെല്ലെ വില്ലേജ് റോഡിലോട്ട് കയറിയപ്പോൾ അന്നാമയ്ക്ക് ചെറിയ ക്ലൂ കിട്ടി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഫോർട്ടിൻ്റെ താഴെയുള്ള പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി. മഴ പെയ്ത് കിടക്കണോണ്ട് കാല് ചവിട്ടാൻ പറ്റാത്ത ചെളിയായിരുന്നു എല്ലായിടത്തും. ഇറങ്ങിയ വഴി തന്നെ മേളിൽ ഫസ്റ്റ് എത്തുമെന്നും പറഞ്ഞ് ആരും ആദ്യം ഓടി. കുറച്ചങ്ങ് നടന്നപ്പോൾ തന്നെ റോഡ് തീർന്നു, കാട്ടുവഴി ആരംഭിച്ചു. ട്രക്കിങ് കഴിഞ്ഞ് മടങ്ങി വരുന്നവരുടെയൊക്കെ മുഖത്ത് ഒരു അവശ ലുക്കായിരുന്നു. ഈ പണി അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ ആരു ആദ്യമേ തന്നെ ആനപ്പുറത്ത് വലിഞ്ഞു കയറി. ടിക്കോണ ഫോർട്ടിന് വിദാന്ത് ഗാഡ് എന്നൊരു പേരുകൂടിയുണ്ട്. മറാഠിയിൽ ടിക്കോണ ഫോർട്ടിന് ശരിക്കും തിക്കോണ എന്നാണ് പറയുന്നത്. ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്ന മലയ്ക്ക് ഒരു പിരമിഡ് ഷേപ്പാണ്, അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്ന മലയ്ക്ക് ഏകദേശം ഒരു 3500 അടി ഉയരമുണ്ട്. വെള്ളത്തുണി എടുത്തോളൂ. ഇതിന്റെ അപ്പുറത്താടി സാധനം ചെറുത് പോയി. അതിനിടയിൽ ആരുവിൻ്റെ ഒരു ഉറക്കം തൂങ്ങിയ പുഷ്പ പ്രകടനം. ഛത്രപതി ശിവാജി 1657 നിസാം ഷായിൽ നിന്ന് കൊങ്കൺ റീജിയൻ പിടിച്ചെടുത്തപ്പോൾ പല ഫോർട്ടുകളുടെയും കൂടെ ടിക്കോണ ഫോർട്ടും പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. മറാഠികൾക്ക് ഛത്രപതി ശിവാജി എന്ന് പറഞ്ഞാൽ ഇന്നും ഒരു ആവേശമാണ്. അതറിയണമെങ്കിൽ മഹാരാഷ്ട്രയിൽ വരണം. കൊടി കടം വാങ്ങി അന്നാമ്മയും ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ഇത്തരം ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ മഴ എപ്പോൾ വേണേലും പ്രതീക്ഷിക്കാം.
മഴ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും മെല്ലെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു. നടന്ന് ഞങ്ങൾ ഫോർട്ടിൻ്റെ ആദ്യത്തെ കവാടത്തിലെത്തി. ഇത്തരം കവാടങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കവാടങ്ങളോട് ചേർന്ന് പടയാളികൾക്ക് കാവൽ നിൽക്കാനും വിശ്രമിക്കാനുമുള്ളൊരു മുറി കൂടി കാണും. ആ കാണുന്നത് ഒരു ടെമ്പിളാണ്. സാധാരണ ഇത്തരം ഫോർട്ടുകളിൽ ഒന്നിലധികം ടെമ്പിൾ കാണും. പ്രധാന കവാടത്തിന് തൊട്ടു മുമ്പുള്ള സ്റ്റെപ്പുകൾ വളരെ കുത്തനെയാണ്. ഫോർട്ട് പിടിച്ചെടുക്കാൻ വരുന്ന ശത്രു സൈന്യം അത്ര എളുപ്പത്തിൽ ഫോർട്ടിലോട്ട് കയറാതിരിക്കാനാണ് ഇവ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വഴുക്കലുമാണ്. ആരുവിനെ തോളത്ത് വെച്ച് ഈ സ്റ്റെപ്പ് കയറാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. ഞങ്ങൾ മേളിൽ എത്താറായപ്പോഴേക്കും ഏകദേശം ഉച്ചയോടടുത്തിരുന്നു. അതുകൊണ്ട് മൂടൽമഞ്ഞൊക്കെ അത്യാവശ്യം മാറി തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്ന്. പുറകിൽ കാണുന്നതാണ് പാവന ലേക്ക് ഡാം. ട്രെക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അന്നാമ്മ കഥകളിയുടെ സ്റ്റെപ്പ് കാണിക്കാൻ തുടങ്ങി. അടുത്തത് ഞങ്ങളുടെ സ്വന്തം കലാതിലകം ആരുവിൻ്റെ പെർഫോമൻസ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.